അങ്ങനെ ഞങ്ങൾ പക്ഷെ അത് തള്ളിയിട്ട് അത് ഈ ടാറിട്ട ഇതിനകത്തോട്ട് വീണതുകൊണ്ട് അതിങ്ങനെ ആയിപ്പോയി കണ്ട. എന്നാലും നമുക്കൊരു 10 പൈസ മുടക്കില്ലാണ്ട് നമ്മുടെ പിള്ളേർക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ചെറിയ സാധനമാണെന്ന് പറഞ്ഞാൽ ചെറിയ ചമർപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് ജാമിനും ഇത് തിളപ്പിച്ചിട്ട് ഇത് ജാമാക്കാൻ പറ്റും, ശർക്കരയൊക്കെ ഇട്ടിട്ട് പിന്നെ വൈനാക്കി വെക്കാൻ പറ്റും. ഇതിങ്ങനെ തന്നെ പിള്ളേർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സാറാ നമ്മൾ ഇത് പൊറുക്കിക്കൊണ്ട് വന്ന് കഴുകി അവൾ കഴിക്കുന്ന രംഗമാണ് കണ്ടോ. കഴിക്കുകയാണ്. ഇങ്ങനത്തെയൊക്കെ കഴിച്ചോളൂ. തന്നെത്താനെ പറിച്ച് തന്നെത്താനെ കഴിക്കുക അല്ലേ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയാനുള്ളത്? ഇത് പിള്ളേർക്കൊക്കെ വെക്കേഷൻ്റെ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ പറിച്ച് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക, സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോവുക. ഇത്രയേ ഉള്ളൂ. സ്കൂളൊക്കെ തുറക്കാനായി അല്ലേ. നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുക. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഒരു കുരു പിന്നെ മുറ്റത്തൊന്നും കുഴിച്ചിടാതെ എവിടെ കുഴിച്ചിടണം? വല്ല വേലി പറമ്പിൻ്റെ സൈഡിലെങ്ങാനും കുഴിച്ചിടണം. ഇത് ഭയങ്കരമായിട്ട് പന്തലിച്ച് വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയും കുരു എല്ലാം കൂടി മുറ്റത്തൊക്കെ ആണെങ്കിൽ കൊഴിഞ്ഞ് വീണ് കിടന്നിട്ട് വല്ലാത്തൊരു ഇത് വരും. ഭയങ്കര ഇതായിരിക്കും. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചുളിവിളിയായിരിക്കും. അപ്പോൾ അടുക്കളേൻ്റെ ഒക്കെ പുറകിലായിട്ട് പറമ്പിലായിട്ടൊക്കെ കുഴിച്ചിടുന്നതാണ് നല്ലത്. സൈഡിലായിട്ട് കുഴിച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ പറിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഭയങ്കര മരമായിട്ട് മാറും. ഇത് വലിയ മരമായിട്ട് ഇല്ലേ. ഇതിപ്പം തൈ ആയതുകൊണ്ടല്ലേ കുഞ്ഞ് കയറിയത്. കിട്ടത്തില്ല. പിന്നെ ശരി, കഴിച്ചോ.